everyone, Assalamualaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വാൾ ഡെക്കർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ട്ടോ. ന്യൂസ് പേപ്പറും കാർഡ്ബോർഡും കളർ പേപ്പറും ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു വാൾ ഡെക്കർ ആണ് ട്ടോ ഇത്. അപ്പോൾ ദാ ഞാൻ ആദ്യം ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒരു പേപ്പർ ട്യൂബ് ഉണ്ടാക്കാനാണ് ട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാംബൂ സ്റ്റിക്കോ ഇർക്കിളിയോ ഏതെങ്കിലും വെച്ചിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ദാ ഞാനത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 7 പീസും കൂടെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ടോട്ടൽ 8 പീസ് വേണം കേട്ടോ. പിന്നെ ഞാനൊരു കാർഡ്ബോർഡ് ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ന്യൂസ് പേപ്പർ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം 4 പീസ് ഇതുപോലെ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് 4 പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ ദാ ഞാനതങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ നിൽക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ബ്ലാക്ക് അക്രലിക് പെയിൻറ്റ് വെച്ചിട്ട് ഞാൻ ഇതിനെ മൊത്തമായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ന്യൂസ് പേപ്പറും കാർഡ്ബോർഡ് ഷീറ്റും ഒക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദാ ഞാനത് പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു പിങ്ക് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആ വരച്ചു കൊടുത്തിട്ടുള്ള ആ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾക്ക് കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ എല്ലാ പേപ്പറും റൗണ്ട് ഷേപ്പിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിലത്തെ പേപ്പർ ഇതുപോലെ വരച്ചിട്ട് എല്ലാം ഒരുമിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ക്വില്ലിംഗ് ടൂൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ലീവ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലീവ്സ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ കുറച്ച് കൂടുതൽ പേപ്പർ ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ലീഫ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ലീഫിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവുക. ഇനി ആ ഇലൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കൂടുതൽ ഇലകൾ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ റൗണ്ട് ഷേപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ലീവ്സ് ആണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ റൗണ്ട് ഷേപ്പിൽ മുഴുവനായിട്ട് ലീവ്സ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ ലീവ്സ് മുഴുവനായിട്ട് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഫെവിക്കോളോ ഏതായാലും യൂസ് ചെയ്യാം. അപ്പോൾ ദാ ഇതുപോലെ ഫ്ലവേഴ്സ് മുഴുവനായിട്ട് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പേപ്പർ പഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു പിങ്ക് കളർ പേപ്പറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് റൗണ്ട് ഷേപ്പ് പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ പേപ്പർ ട്യൂബ് ജോയിൻ്റ് ആയിട്ട് വരുന്ന ആ ഭാഗത്തൊക്കെ നമ്മൾ പഞ്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഓരോ ചെറിയ പീസുകൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ അതെല്ലാം അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ജൂട്ട് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ക്രാഫ്റ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കളർ പേപ്പറും ന്യൂസ് പേപ്പർ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള വാൾ ഡെക്കറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ഒരാൾക്കൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നെ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇന്ന് നമുക്കൊരു ട്രൈ പിക്ചർ കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ കിൻഡർ ജോയിൻ്റെ കവർ വെച്ചിട്ട് മാംഗോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത് ആരാധ്യയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്